ആക്ച്വലി റെസ്റ്റോറൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ആംബ്രോസിനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് ഒരു നോർമൽ ട്രാക്കിൽ നിന്ന് വളരെയധികം മാറി ചിന്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു സംശയം തോന്നി ഇദ്ദേഹത്തിൻ്റെ വീടും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് പുള്ളിയെ ഫോഴ്സ് ചെയ്തിട്ട് പുള്ളിയുടെ കൂടെ ഞങ്ങളിപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും സ്റ്റണ്ടായിപ്പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. വൈപ്പിനിലാണ്. ഈ കായലിൻ്റെ തീരത്ത് നല്ല ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക ഭയങ്കര വെന്റിലേഷനുള്ള ഒരു ഓടിട്ട നല്ലൊരു വീടാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പം നട്ടുച്ചയ്ക്കാൻ നമ്മളിവിടെ ഭയങ്കര വെയിലാണ്, പക്ഷെ അത്രയും ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല പ്ലെസൻറ്റ് പ്ലേസാണ് പുള്ളി താമസിക്കുന്നത്. നമുക്ക് വീടൊക്കെ ഒന്ന് കയറി കാണാം കേട്ടോ. വീടിൻ്റെ ഓരോ കോർണേഴ്സിൽ തൊട്ടാലും അതിൻ്റെ പുറയിൽ വലിയ വലിയ കഥകളൊക്കെ ഉണ്ട്, രസമുള്ള കഥകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ തറവാട്ട് വീടായിരുന്നു ഇവിടെ. അത് പൊളിച്ചിട്ടാണ് ഈ ഒരു വീട് പണിതത്. അപ്പോൾ ആ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള പാഴ്വസ്തുക്കളൊന്നും കളഞ്ഞിട്ടില്ല. അതിലുണ്ടായിരുന്ന മരവും അതേപോലെ തന്നെ ഓടും എല്ലാം ഈ വീടിന് യൂസ് ചെയ്തു. പിന്നെ ആവശ്യമില്ലാത്ത എല്ലാ പാഴ്വസ്തുക്കളും ഇദ്ദേഹം തറയിലിട്ട് ഫില്ല് ചെയ്തു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ആളെ കിട്ടാത്തതുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനിങ്ങും വർക്കും എല്ലാം അവിടെ തോന്നുന്നെല്ലാം കിട്ടുന്ന ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹം പണിതിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓരോ സെക്ഷനായിട്ട് ചോദിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കഥകൾ എന്താണെന്ന്. അത് മണ്ണാണ്, കളിമണ്ണ്. കളിമണ്ണ് കാന്തല്ലൂർ ഞങ്ങളുടെ ഫാമിലെ മണ്ണ് ഉപയോഗിച്ചിട്ട് തേച്ചിരിക്കുന്നു. ഇതോ ഇതിങ്ങനെ ഗ്രാൻഡീസ് വുഡാണ്. ഗ്രാൻഡീസ് അത് പേപ്പർ പൾപ്പിന് ഉപയോഗിക്കുന്നതാണ്. അത് സാധാരണ ഫർണിച്ചർ അങ്ങനെയുള്ള വർക്ക് മെറ്റീരിയൽ ഉപയോഗിക്കാറില്ല. ഞാനിതൊരു ഫില്ലിംഗ് മെറ്റീരിയൽ എന്നുള്ള നിലയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ഒരു ലോക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ട് ഡീസലും അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനത്തെ ഇതിന് വേണ്ടിട്ട് ഉപയോഗിച്ചു. ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് കാണാൻ തന്നെ ഡിഫറെന്റ് ലുക്ക് ഉണ്ടല്ലേ ഈ വുഡ് വെച്ചിട്ട്. പിന്നെ ഇതിങ്ങനെയുള്ള ഇതെല്ലാം പഴയ കട്ടളകളാണ്. പഴയ വീടിന്റെ കട്ടളകൾ.
അത് ഇതാ മുളയാണോ അത്? അത് ബാമ്പു. ഒറ്റ ചൂരൽ ബാമ്പു എന്ന് പറയാം. ഇത് ചുമരൊക്കെ മോള് തന്നെയാണോ? ചുമര് നമ്മള് പ്ലൈവുഡ്, മറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചിരിക്കും. ഓ, പ്ലൈവുഡ് ആട്ടത്. 40% ഇതിന്റെ കവർ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡും വുഡും ഉപയോഗിച്ചിട്ടാണ്. ഓ, വോൾസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ബദാം മരം, ലോക്കലിൽ അത് പറയാ തല്ലിമരം എന്ന് പറയും. അതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ലോക്കൽ വുഡാണ്. സാധാരണ എക്സ്പെൻസീവ് അല്ല. ഓ, ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ. ഓ, 3 വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് വിശ്വസിക്കുന്നത്? ആക്ച്വലി എന്താണ്? ഈശ്വര സങ്കല്പം വ്യത്യസ്തമാണ്. നമുക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈശ്വരനെ നമ്മൾ കാണുന്നത്. ഈശ്വരനിൽ നമ്മൾ അങ്ങനെ ഒരു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഈശ്വര സങ്കല്പം ഉള്ളത്. പക്ഷെ എന്നാൽ അതിന്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ നയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മാർഗദർശനങ്ങൾ തരുന്ന എല്ലാമാണ്. ഇദ്ദേഹത്തിന്റെ ഫാമിലി 2 കുട്ടികളുണ്ട്. കുട്ടികൾ സ്കൂളിലൊന്നും പോകുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡാണ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. ഒന്ന് അതിനെ കുറിച്ച് കൂടെ സംസാരിക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് ആ കുട്ടികളെ സ്കൂളിൽ വിടാത്തത്? 10 year old and 8 year old അല്ലേ? അതിന്റെ റീസൺ എന്താ? സമൂഹത്തിന്റെ ഒരു സ്കൂൾ സിസ്റ്റത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ എന്റെ കുട്ടികളെ സ്കൂളിൽ വിടാത്തത്. അതൊരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കുചിത ചിന്തയിൽ നിന്നുമല്ല, മറിച്ച് നമ്മൾക്ക് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് കുട്ടികളിലേക്ക് കിട്ടുന്ന പൊതുവായിട്ടുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട്. അത് ഇപ്പൊ ഞാനത് ഈ ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ ഒന്നും പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അതിനെപ്പറ്റി ബോധ്യമുള്ളവരാണ്. പക്ഷെ മറിച്ച് ഒരു കുട്ടിയിൽ നമ്മൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെതാ മാത്രമായിട്ട് എൻ്റെ സ്വകാര്യതയായിട്ട് എനിക്ക് തന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളുടെ സമൂഹത്തിൻ്റെ മൊത്തം സ്വത്താണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ. അതൊരിക്കലും എൻ്റെതായ ഇഷ്ടത്തിനോ എൻ്റെതായ ശീലങ്ങൾക്കോ വേണ്ടിയിട്ട് വഴങ്ങി കൊടുക്കേണ്ടതല്ല. മറിച്ച് അത് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും അവർക്ക് അവരുടെ ഇടങ്ങൾ കണ്ടെത്താനും അവരെ പ്രേരിപ്പിക്കുന്ന എന്താണോ അതാണ് വിദ്യാഭ്യാസം. അപ്പോൾ നിലവിൽ നമ്മൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അത്രയ്ക്ക് സുന്ദരമല്ലാന്ന് ഞാൻ അതിൻ്റെ ആശയങ്ങളെ മുഴുവനും നമ്മൾ വിമർശിക്കുന്നില്ല. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടില് ടിവിയും ഇല്ല. അതിന്റെയും കൂടെ റീസൺ ഒന്ന് ചോദിച്ചേക്കാം. ആ മാധ്യമത്തിലൂടെ നമ്മൾക്ക് വീടുകളിലേക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ അറിവെന്ന് പറഞ്ഞ് കിട്ടുന്ന അത്തരം മെറ്റീരിയലുകൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞ് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് ഏത് നേരവും വീട്ടിലിരിക്കാൻ പറ്റില്ല. നമുക്ക് ഏത് സമയത്ത് ടി വി ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു അപകടം തൽക്കാലം ഒഴിവാക്കി കൊടുക്കുക. കുട്ടികളുടെ മുന്നിൽ നിന്ന് ആ ഒരു അവസ്ഥയെ മാറ്റി കൊടുക്കുക. അവർക്ക് തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയത്ത് അവർക്ക് ഏത് മാധ്യമത്തെയും ഏത് മനുഷ്യരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയണം. നോർമൽ സ്റ്റേറ്റിൽ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ നാട്ടുകാർക്കും അതേപോലെ വീട്ടുകാർക്കും കുടുംബത്തിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വട്ടാണെന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു ആണല്ലേ? അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? അവർക്ക് വട്ടാന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കമന്റുകൾക്കൊന്നും ആൻസർ ഒന്നുമില്ലല്ലോ. അത് അവരവരുടെ അഭിപ്രായം പറയല്ലേ. എനിക്ക് എങ്ങനെയാണ് മറ്റൊരാളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ പറ്റും? വൈഫിന്റെയും സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണോ അതോ വൈഫിനെ ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് എടുത്തതാണോ? നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നിന്ന് നല്ല ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരെ നിരാശപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അവിടെയെല്ലാം നമ്മൾ തൊട്ടടുത്തുണ്ട്. നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ ഒരു അർത്ഥത്തിലുള്ള ഒരു ലൈഫ് അവരുടെ മുന്നിലേക്ക് നമുക്ക് ജീവിച്ച് കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. അത് തിരിച്ചറിയുന്നുണ്ട് വൈഫ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ വളർത്തുന്നതും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വൈഫാണ്. വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതെന്ന് പറയണ അക്ഷരങ്ങളുടെ അറിവുകൾ കൊടുക്കുന്നത് മുഴുവൻ വൈഫാണ്, അല്ല ഞാനല്ല. അതും ഒരു ചലഞ്ചാണ്. ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്.
വൈഫും 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. ഈ 10 വരെ പഠിച്ച ഞങ്ങളാണ് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം ഞങ്ങളുടെ ജീവിതം കൊണ്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അക്ഷരം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ധർമ്മം മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. നമ്മളിൽ പലർക്കും പല ഐഡിയാസും പല തിങ്കിങ്ങും പല ഐഡിയോളജീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പലരും അത് എത്രത്തോളം നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുള്ള സംശയമാണ്. എന്ന് വെച്ചാൽ ആരും എല്ലാവരും വലിയ വർത്തമാനം പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ആപ്ലിക്കേഷൻ കുറവായിരിക്കും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം റൈറ്റ് ഫ്രം ഈ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ ആക്ടിവിറ്റീസ്, അതേപോലെ ഇദ്ദേഹത്തിൻ്റെ വീട്, എല്ലാവരും മക്കളെ വളർത്തുന്ന രീതി എല്ലാം പുള്ളി വിചാരിച്ച ആ പുള്ളിയുടെ ഒരു ഐഡിയോളജി പ്രകാരം തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും എനിക്ക് പുള്ളിയുടെ ഇഷ്ടമായത് പുള്ളിയുടെ വീടാണ്. സാധാരണ നമ്മളൊക്കെ പലരും വീട് പണിയുന്നത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കുറേ കടമെടുത്ത് പിന്നെ ഒരു ആർക്കിടെക്റ്റിനെ വെച്ച് ആർക്കിടെക്റ്റിൻ്റെ ഇഷ്ടത്തിൽ ഒരു വലിയ വീടെല്ലാം പണിതിട്ട് നമ്മളതിൽ താമസിക്കും. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഇദ്ദേഹത്തിൻ്റെ ഐഡിയയിലുള്ള വീട്ടിൽ വളരെ സമാധാനപൂർവ്വം താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അസുഖമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിലുള്ളൊരു വീടാണ്. എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ പുള്ളിയുടെ സ്വഭാവത്തിന് പറ്റിയ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും അപ്രീഷിയബിൾ ആയിട്ടുള്ള കാര്യം.